എറണാകുളം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നാണ് മറൈൻ ഡ്രൈവിന് സമീപത്തുള്ള ബ്രോഡ്വേ എന്ന മാർക്കറ്റ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിൽക്കുന്ന ധാരാളം കടകളാണ് ഇവിടെയുള്ളത്. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ പർച്ചേസിങ്ങിനായി എത്തുന്ന സ്ഥലം. എങ്കിലും ഫാമിലിയായി ഇവിടെ ഷോപ്പിങ്ങിന് വരാൻ മടിക്കുന്ന പലരുമുണ്ട്. തീരെ വീതി കുറഞ്ഞ വഴികളും പാർക്കിംഗ് സൗകര്യങ്ങളുടെ അപര്യാപ്തതയുമാണ് ആദ്യ കാരണം. രണ്ടാമത്തേത്, ഷോപ്പിങ്ങിനിടെ ഭക്ഷണം വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സ്ഥലങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ള സംശയവും. രണ്ടാമത് പറഞ്ഞ കാരണം കൊണ്ട് ബ്രോഡ്വേയിലേക്ക് ഷോപ്പിങ്ങിന് വരാൻ മടി കാണിക്കുന്നവർക്ക് വേണ്ടിയാണ് സൈഡ് ലൈറ്റ്സിൻ്റെ ഈ എപ്പിസോഡ്. ബ്രോഡ്വേയുടെ തിരക്കുകൾക്കിടയിൽ ഒരു നിധി പോലെ ഒളിഞ്ഞിരിക്കുന്ന മാരുതി വിലാസ് എന്ന ഒരു കിടുക്ക് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. പുറത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡിൽ നിന്ന് തന്നെ ഇവിടുത്തെ ഭക്ഷണങ്ങളുടെ വൈവിധ്യം വ്യക്തമാണ്. ചെറുതെങ്കിലും നല്ല വൃത്തിയും വെടിപ്പുമുള്ള ഒരൊന്നാന്തരം ഭക്ഷണശാല. ബില്ലിംഗ് കൗണ്ടറിനടുത്തുള്ള കണ്ണാടി അലമാരയിൽ നിരന്നിരിക്കുന്ന വ്യത്യസ്തങ്ങളായ നിരവധി പലഹാരങ്ങൾ. അവയിൽ പലതും നാടൻ പലഹാരങ്ങളാണ്. അവൽ വിളയിച്ചത്, കിണ്ണത്തപ്പം, സുഖിയൻ, ഇലയട എന്നിങ്ങനെയുള്ളവ. കൗണ്ടറിലുണ്ടായിരുന്ന മാനേജറോട് ഹോട്ടലിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ ഹോട്ടലിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? ഇതിൻ്റെ എപ്പോഴാണ് തുടങ്ങിയത്? പ്യുവർ വെജിറ്റേറിയൻ 1944 തുടങ്ങിയത്. ഓക്കെ. പറഞ്ഞാൽ നമ്മുടെ ഫുഡിൻ്റെ ക്വാളിറ്റി, ഹൈജനിക് ഫുഡും അതിൻ്റെ പേരിലൂടെ നല്ല തിരക്കായിരിക്കും എപ്പോൾ. അതേമാതിരത്തെ ഫുഡ് നമ്മൾ കൊടുക്കുന്നത് നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ചൈനീസ്, ആന്ധ്ര, കർണാടക, എല്ലാ ഐറ്റംസും. അല്ല, പൊതുവെ വെജിറ്റേറിയൻസ് ഇപ്പോൾ കുറവാണല്ലോ. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡിന് നല്ല ഡിമാൻഡ് ഉണ്ടോ? നമ്മുടെ ഫുഡ് നല്ല ഫേമസ് ആണ്. ഇവിടെ ഒരു പ്രാവശ്യം ആര് വന്നാലും എറണാകുളത്ത് വന്നാൽ ഇവിടെ വരുള്ളൂ. ശരി, ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ടാവും. എന്തായാലും മാരുതി വിലാസിൻ്റെ മെനുവിൽ എഴുതി വെച്ചിരിക്കുന്ന വ്യത്യസ്തമായ ഐറ്റംസ് ഒന്ന് പരീക്ഷിച്ച് കളയാമെന്ന് വിചാരിച്ചു. തമിഴ്നാട്ടിലെ അടദോശയും ആന്ധ്രാപ്രദേശിൻ്റെ തനതു രുചിയായ പെശറട്ട് ദോശയുമാണ് ഓർഡർ ചെയ്തത്. മിനിറ്റുകൾക്കകം ചൂടോടെ ഓർഡർ ചെയ്ത ഭക്ഷണം ടേബിളിലെത്തി. സമയം കളയാതെ സാധനം രുചിച്ചു നോക്കി. ആഹാ, സൂപ്പർ! ഇത്രയും രുചിയേറിയ ഭക്ഷണം, അതും വളരെ മിതമായ വിലയ്ക്ക് വിളമ്പുന്ന ഇത്തരം റെസ്റ്റോറൻറ്റുകൾ അവ ബ്രോഡ്വേയിലായിപ്പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ സന്ദർശിക്കാതിരിക്കുന്നത് മണ്ടത്തരമാണെന്ന് ബോധ്യപ്പെട്ടു. നിങ്ങളൊരു വെജിറ്റേറിയൻ ഫുഡ് ലവർ ആണെങ്കിൽ, അതും ആന്ധ്ര, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുടെ തനതു രുചി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, യു ഷുഡ് നെവർ മിസ് മാരുതി വിലാസ് റെസ്റ്റോറൻറ്റ് ഇൻ ബ്രോഡ്വേ. വാഹനമൊക്കെ മറൈൻ ഡ്രൈവിലെ പെയ്ഡ് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ബ്രോഡ്വേയിലൂടെ നടക്കുക. ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്തി. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും ബൈ ബൈ.